നീ പറഞ്ഞ ശരിയാടാ. എന്ത്? അവൾ എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നേ ഇല്ല. അന്നപ്പോ മുതലേ ഇത് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. എന്താണാവോ ഞാനിത് മുമ്പേ കാണാത്ത. അയ്യോ, നിധിയായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. സോറി. നിധി ഉണ്ടായിരുന്നു. എന്താ തിമിരം വന്നോ? അതാണോ കറുത്ത കണ്ണട? നന്നായി. നൈസ് നൈസ്. ഞാൻ എന്നെ കാത്തിരിക്കുന്ന, എനിക്ക് വേണ്ടി ദിവസവും ഇവിടെ വന്ന് നിൽക്കുന്ന, എന്നെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയെ കാണാൻ വന്നതാ. അതിന്റെ എക്സൈറ്റ്മെന്റില് ഞാൻ നിധിയെ ശ്രദ്ധിക്കാൻ മറന്നുപോയി. ഒന്നും വിചാരിക്കല്ലേ. സുധീഷേട്ടാ, ഓവറാക്കല്ലേ. ഇല്ലടാ, ഇതെല്ലാം നോർമൽ അല്ലേ. പിന്നെ ഈ കണ്ണട ഒരു പടിക്ക് ഓവറാണെന്ന് തോന്നാം. ബട്ട് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ നിധേ? നോക്കി, കണ്ണ് തട്ടാതിരിക്കാൻ നല്ലതാ. ഓഹോ, നൈസ്. ഒരു സുന്ദരിയായ പെൺകുട്ടി എന്നെ തേടി ഇങ്ങോട്ട് വരുമ്പോ നിധിക്കുണ്ടാവുന്ന അസൂയ എനിക്ക് മനസ്സിലാവും. അസൂയോ? എനിക്കോ? അതിന് നിങ്ങൾ എന്റെ ആരാ? അതെ, കറക്റ്റ്. അതാണ് 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 ആരുമല്ല. അതുകൊണ്ടാണല്ലോ എന്റെ ആരെങ്കിലും ആകാൻ കൊതിക്കുന്ന ഒരു സുന്ദരി കുട്ടിക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നത്. ബൈ ദ ബൈ, എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കാൻ സമയമായി. ഞാൻ പോയിട്ട് വരാം. അഫു, ബൈ. താനി കോമളയെ പോലെ ആയിട്ടുണ്ട്. നോക്കുന്നുണ്ടോ? ഹായ്. ഹായ്. ഇയാൾ എന്നോടെന്തോ പറയണമെന്ന് വിചാരിച്ചാണല്ലോ അല്ലേ? നികേഷ് പറഞ്ഞായിരുന്നു. ശരിയല്ലേ? അതെ. നോക്കുന്നുണ്ട്. ഓക്കേ. എനിവേ, ഞാൻ സുധീഷ്. കുട്ടിയുടെ പേര് ഗായത്രി. ഓ, ബട്ട് ഐ വിൽ മേക്ക് ഇറ്റ് ഷോർട്ട്. ഗായു. ഈസ് ഇറ്റ് നൈസ്? ഓ, പൊതുവെ സുധീഷേട്ടൻ കുറച്ച് പഞ്ചാരയാ. ഇപ്പൊ ആ പെണ്ണ് ഇങ്ങോട്ടൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഒളിപ്പിക്കലായിരിക്കും. ചെന്ന് പറയണത്തി സുധീഷേട്ടന്റെ ഭാര്യയാണെന്ന്. എന്തിന്? ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലാത്തോണ്ടല്ലേ സുധീഷ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നത്. പോട്ടെ, എത്രത്തോളം പോകും?